ന്യായാധിപന്മാർ 21:25. ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഈ വാക്യത്തോടുകൂടി ന്യായാധിപന്മാരുടെ പുസ്തകം ദുഃഖകരമായി പര്യവസാനിക്കുന്നു. 17:6 ഇതേ ആശയം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്ങും അരാജകത്വവും അരക്ഷിതാവസ്ഥയും നടമാടിയിരുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റുകൂട്ടാനെന്ന വണ്ണം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ട ലേവ്യൻ ആഭ്യന്തര കലാപത്തിന് നേതൃത്വം നൽകുന്നു. എങ്ങും കലക്കം മാത്രം. ന്യായാധിപന്മാർ 17 മുതൽ 21 വരെയുള്ള അവസാന അധ്യായങ്ങളിൽ സാമൂഹ്യ വ്യവസ്ഥ ഇസ്രയേലിൽ അട്ടിമറിക്കപ്പെടുന്നു. വിഗ്രഹാരാധന വാഴുന്നു. ആഭ്യന്തര കലാപം തുടങ്ങുന്നു. ഇസ്രയേലിൽ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്നു, കൊല ചെയ്യപ്പെടുന്നു, യുദ്ധത്തിലെ കൊള്ളവസ്തുക്കളാകുന്നു. ദൈവവചനം പരിശോധിച്ചാൽ ഇതിന് സമാനമായ ഒരവസ്ഥ ഇസ്രയേൽ ചരിത്രത്തിൽ തന്നെ കാണുവാൻ പ്രയാസമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ കേന്ദ്രബിന്ദുവായ ഈ വിഷയം 18:1 19:1 കാണാം. നേതാവില്ല, നായകനില്ല. ആവർത്തന പുസ്തകം 12:8 വായിക്കുന്നു, ഓരോരുത്തൻ താനും ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. ദൈവം മോശയിൽ കൂടി കൽപ്പിച്ച നിയമങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. എഫ്രയീം മലനാട്ടിൽ ജോലി തേടി അലയുന്ന യൗവനക്കാരനായ ലേവ്യൻ. ആവർത്തന പുസ്തകം 12:1 മുതൽ 8 വരെയുള്ള പ്രമാണങ്ങളുടെ ലംഘനം. ആലയത്തിലെ ആരാധനയ്ക്ക് പകരം വീട്ടിലെ ആരാധനയും ഗ്രഹവിഗ്രഹവും. എല്ലാ നിയമങ്ങളുടെയും സമൂല ലംഘനം. നിയമമില്ല, നിയമവ്യവസ്ഥയില്ല. നീതിയില്ല, നീതിന്യായ വ്യവസ്ഥയില്ല. കുത്തഴിഞ്ഞ സമൂഹത്തിൽ ദൈവിക ആലോചന പ്രകാരമല്ലാതെ നടക്കുന്ന ജനം നശിക്കുന്നു. സദൃശവാക്യം 29:18 KJV പ്രകാരം പീപ്പിൾ പെരിഷ് എന്നാണ് പറയുന്നത്. സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജനം എപ്രകാരം ജീവിക്കണം? അപ്രകാരം തന്നെ ആ കാലഘട്ടത്തിലെ ജനം ജീവിച്ചു. പൊതുവായ നിയമസംഹിതകളുടെ അഭാവം മൂലം ഓരോ വ്യക്തികളും അവനവന് ബോധിച്ച പ്രകാരം നിയമനിർമ്മാണം നടത്തുന്നു, അതിൻ പ്രകാരം ജീവിക്കുന്നു. ഈ സാഹചര്യത്തിൽ അരാജകത്വം ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇസ്രയേലിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവർ ദൈവിക പ്രമാണങ്ങൾ ലംഘിച്ചു എന്നതാണ്. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവുമില്ലാത്ത ഒരു കാലഘട്ടം. ദൈവിക പ്രമാണങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ജനത്തിന് ഏത് ദുഷ്ടതയും പ്രവർത്തിക്കുന്നതിന് ഒരു മടിയുമില്ലായിരുന്നു. ദൈവിക സുരക്ഷിതത്വവും പരിപാലനവും അവർ അവഗണിച്ചു. പഴയ നിയമകാലത്ത് ദൈവം പ്രമാണങ്ങൾ കൊടുത്തിരുന്നത് പോലെ പുതിയ നിയമ ദൈവസഭയ്ക്കും ഒരു വ്യവസ്ഥയുണ്ട്. ക്രിസ്തു എന്ന തലയുടെ ശരീരമായ സഭയിലെ അവയവങ്ങൾ പരസ്പര പൂരകമായിരിക്കണം. സഭയുടെ പ്രമാണം തന്നെ സകലവും ഉചിതമായും ക്രമമായും നടക്കണം എന്നാണ്. വ്യവസ്ഥാപിതമായ ദൈവസഭയിൽ കലക്കത്തിന് സ്ഥാനമില്ല. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. ഈ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുമ്പോൾ സഭയിൽ ഭിന്നതയുണ്ടാകുന്നു, കലഹമുണ്ടാകുന്നു. ദൈവസഭയ്ക്കുള്ളിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയം പുറം ലോകവും കോടതിയും കൈകാര്യം ചെയ്യുന്നു. ഇവിടെ സഭാജീവിതത്തിന് അപജയം സംഭവിക്കുന്നു. സഭാജീവിതം സാമൂഹ്യ ജീവിതത്തിന് സമാനമാകുന്നു. ആത്മീയ സന്തോഷം നഷ്ടപ്പെടുന്നു. കൂടിവരവുകൾ യാന്ത്രികമാകുന്നു. ഇസ്രയേലിന് സംഭവിച്ച അവസ്ഥ നമുക്കും സംഭവിക്കാതിരിക്കുവാൻ ദൈവിക വ്യവസ്ഥയെ നമുക്ക് മുറുകെ പിടിക്കാം. സഭ എന്ന ശരീരത്തിൻ്റെ അവയവങ്ങളായ നമുക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് നിറവേറ്റാം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ.